അബദ്ധമായി പോയല്ലേ കാണിച്ചത്. ഏട്ടത്തി ചോദിച്ചപ്പോ തന്നെ കൊണ്ടാക്കാന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. സ്കൂളിൽ പോകുമ്പോ ഐശ്വര്യം ഒന്ന് കാണായിരുന്നു. തിരിച്ചെന്ന് ഏട്ടത്തെ കൊണ്ടാക്കാന്ന് പറഞ്ഞാല് അണക്കെട്ട് വലിയൊരു ഏർപ്പാടായിരുന്നു. ആണുങ്ങൾക്ക് പറ്റിയ പണിയല്ല. വേണ്ട പോവാ. ഇതിപ്പോ ആവശ്യം എന്റെ അല്ലേ? നാണക്കേട് വിചാരിച്ചിട്ടെന്തിനാ? ഞാൻ സ്കൂളിലോട്ട് ചെല്ലുന്നത് ഐശ്വര്യ കാണാനാണെന്ന് അവർക്കാർക്കും അറിഞ്ഞൂടല്ലോ. ഏട്ടത്തെ കൊണ്ടാക്കാൻ വന്നതെന്ന് പറയും. അതല്ലേ അല്ലത്? എന്നാലും അത് വേണോ? അമ്മയ്ക്കും ഏട്ടത്തേക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലേ? വേണ്ട, ഓഫീസിലോട്ട് പോവാം. ഒരു ഗോൾഡൻ ചാൻസ് ആണ്, കളയണോ? എന്തിനും തീരുമാനിക്കടേ. വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കല്ലേ. സ്കൂളിൽ പോണോ ഓഫീസിൽ പോണോ? പിന്നെ ഒരു പെണ്ണിനെ കണ്ടെന്ന് കരുതി അങ്ങനെ മനസ്സൊന്നുള്ളതൊന്നും അല്ല. പക്ഷേ ഇപ്പൊ ഞാൻ സ്കൂളിലോട്ട് പോകും. കാറിന്റെ ഡോറ് തുറക്കെ അടയ്ക്കുകയും ചെയ്യുന്ന ശബ്ദം കേട്ടു. അവൻ പോയിന്നാ തോന്നുന്നു. എന്നാലും അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ലല്ലോ ആള്. ഏട്ടത്തിക്ക് എവിടാ പോണ്ടത്? അമ്പലത്തിലേക്ക് എങ്ങാനാണോ? ദൈവത്തിന്റെ കാര്യമില്ലേ, അത് മുടക്കണ്ട. ഞാൻ ആക്കിയിട്ട് പോ. ഞാൻ അമ്പലത്തിലോ പള്ളിയിലോ ചന്തയിലോ ബാങ്കിലോ എവിടെയെങ്കിലും പൊയ്ക്കോളാം. നിനക്ക് സമയമില്ലാന്നല്ലേ പറഞ്ഞത്? നീ പൊയ്ക്കോ. നീ നിന്റെ കാര്യം നോക്ക്. പിണങ്ങല്ലേ ഏട്ടത്തി? ഞാനേ ഇറങ്ങിയപ്പോഴാ ആലോചിച്ചേ, ഏട്ടത്തി ഒരു ആവശ്യം പറഞ്ഞിട്ട് അത് സാധിച്ചു തരുന്ന മോശമല്ലേ? ഒരു മോശമില്ല. നിധി ഓട്ടോ പിടിച്ചോ ടാക്സി പിടിച്ചോ പൊയ്ക്കോളൂ. വെറുതെ വിവരക്കേട് പറയല്ലേ അമ്മേ. ഈശ്വരമംഗലം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ തന്നെ തലയെടുപ്പുള്ളൊരു കുടുംബം. അവിടുത്തെ മരുമകൾ ഓട്ടോ വിളിച്ച് പോവാന്ന് പറഞ്ഞ കാണുന്നവരെന്നെന്തോ വിചാരിക്കും? അത് കൊള്ളാമല്ലോ. ഇതിനു മുൻപ് എത്രയോ തവണ ഓട്ടോ പിടിച്ച് ഓരോരോ സ്ഥലത്ത് ഞാൻ പോയിരിക്കുന്നു. അപ്പോഴൊക്കെ ഈ നാട്ടുകാരെന്നെ കണ്ടിട്ടുള്ളതല്ലേ. ഇന്ന് മാത്രം എന്താണ് ഒരു പുതുമ? ഇന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ട് ഏട്ടത്തി ഓട്ടോയിൽ പോകാനേ പാടില്ല. എവിടെ പോണെങ്കിലും ഈ അനിയൻ കൊണ്ടുപോയിരിക്കും. അല്ലടാ, എന്നാലും നിന്റെ മീറ്റിംഗ് ഇല്ലേ, അതെന്ത് ചെയ്യും? ഒരു 15 മിനിറ്റത്തെ കാര്യമുള്ളല്ലേ ഏട്ടത്തി. എവിടെന്ന് വെച്ചാൽ ആക്കിയിട്ട് ഞാനങ്ങ് പൊക്കോളാന്ന്. എനിക്ക് പോണ്ടത് എവിടെയാണെന്ന് നിനക്കറിയൂ? ഏട്ടത്തേക്ക് പോണ ചിലപ്പോ അമ്പലത്തിലേക്കായിരിക്കും അല്ലേ? അല്ല, എനിക്ക് പോണ്ടതേ ഞാൻ പഠിപ്പിച്ചിരുന്ന എന്റെ സ്കൂളിലേക്കാ. സ്കൂളിലേക്കായിരുന്നു? അത് കുറച്ച് ദൂരം കൂടുതലാണല്ലോ. എന്നാ നീ വരണ്ട, ഞാൻ എങ്ങനെങ്കിലും പൊയ്ക്കോളാം. അങ്ങനെ പറയല്ലേ. കുഴപ്പമില്ലെന്ന്. 15 മിനിറ്റ് ഒന്നും വേണ്ട അവിടെ എത്താൻ വേണ്ടി. ഞാൻ കൊണ്ടുവിട്ടിട്ടങ്ങ് പൊക്കോളാന്ന്. വേഗം ഇറങ്ങു വാ. എങ്കി പിന്നെ പോവല്ലേ? ഈ സാരി ഉടുത്തോണ്ടാണോ പോന്നേ? അയ്യേ, ഈ സാരി കൊള്ളില്ല അല്ലേ? എന്നാ പിന്നെ ഞാൻ മാറ്റിക്കളയാം. എന്റെ ഏടത്തി ഈ സാരി സൂപ്പറാണെന്ന്. ഇനി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഏടത്തെ കാണാൻ എന്ത് ഭംഗിയെന്ന് അറിയത്തില്. വാ പോവാം. എന്നാൽ അമ്മ പറഞ്ഞതല്ലടാ, ഞാൻ സാരി മാറ്റിയിട്ടേ വരുന്നുള്ളൂ. ഞാൻ അമ്മയോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ അമ്മേ? എന്തിനാ അമ്മ ഇതിനിടയിൽ കയറി പാരപണിയുന്നേ? അടുക്കളയിൽ പോയിട്ട് വല്ല അപ്പോ പുട്ടോ ദോശ ഉണ്ടാക്കി കളി. സമയമില്ലാത്ത സമയത്ത് അമ്മയോട് ഒരു എടാ, നിനക്ക് സമയമില്ലെങ്കിൽ നീ പൊയ്ക്കോ. ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് പതുക്കെ പൊയ്ക്കോളാം. എന്തായാലും ഇത്രേ. ഇനി രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഏടത്തി പോയി ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി സുന്ദരമായിട്ട് വന്നാൽ മതി. ഞാനേ ഇവിടെ കാത്തിരിക്കാം. പോയിട്ടോ. എങ്കിൽ നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയിട്ട് വരാം. വെച്ചിട്ടുണ്ട് ഏട്ടാ, ഞാൻ പോയിട്ട് വരട്ടെ. വാടത്തി. നിക്ക് നിക്ക്. എന്തുട്ടി എടുത്തി? അല്ല, നീ ഇത് എങ്ങോട്ട് പോവാ? ഇതന്നെയല്ലേ സ്കൂള്? സ്കൂളൊക്കെ ഇത് തന്നെയാ.
പക്ഷെ സ്കൂളിലേക്ക് പോകേണ്ടത് ഞാനല്ലേ, നീയല്ലല്ലോ. ഓ അങ്ങനെ. ആ, എന്തായാലും തിരക്കിനിടയിലും എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിടാനുള്ള മനസ്സ് കാണിച്ചല്ലോ. ഒരുപാട് നന്ദിയുണ്ട്. ആ, എന്നാ നീ പൊയ്ക്കോ. അതങ്ങനെ ശരിയോ? ആ, ഏട്ടത്തെ തനിച്ച് ഇവിടെ ആക്കിയിട്ട് പോയി കഴിഞ്ഞാ ഏട്ടത്തെ എങ്ങനെ തിരിച്ചു പോവും? ആ, ഞാനൊരു ഓട്ടോ എടുത്ത് തിരിച്ചു പൊയ്ക്കോളാം. ഇവിടെ സമയമെടുക്കും. ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി ഓട്ടോ എന്നൊരു അക്ഷരം വേണ്ടി പോരുത്, അത് നിരോധിച്ചിരിക്കുന്നു. ഏ? ഏട്ടത്തിക്ക് ഇവിടെ എന്താ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഏട്ടത്തെ തിരിച്ച് വീട്ടിലാക്കിയിട്ട് സമയം ഉണ്ടെങ്കിലേ ഞാൻ ഓഫീസിൽ പോകുന്നുള്ളൂ. അത് ഞാൻ തീരുമാനിച്ചു തരുക. വാങ്ങിക്കോട്ട്. ആ, നിക്ക് നിക്ക് നിക്ക്. നിനക്ക് ഓഫീസിൽ എന്തോ അത്യാവശ്യം മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞതല്ലേടാ? മീറ്റിംഗ് ഉണ്ടായിരുന്നു. പാസ്റ്റ് ടെൻസാ. അത് മാറ്റി വെച്ചില്ലേ ഏട്ടത്തി? ജോർജ് വിളിച്ച് പറഞ്ഞ് കാറിൽ നിന്നപ്പോ കേട്ടില്ലായിരുന്നോ? എപ്പോ വിളിച്ചു? ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നിനക്ക് ഒരു കോള് പോലും വന്നില്ലല്ലോ. ആ, ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ടോന്ന് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചതാ. ആ, വിളിച്ചില്ല, മെസ്സേജ് അയച്ചു. അത് ഏട്ടത്തെ എങ്ങനെ കേൾക്കാനാ? മെസ്സേജ് കേൾക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ കോൾ ആയാൽ എന്താ, മെസ്സേജ് ആയാൽ എന്താ? മാറ്റിവെച്ച മീറ്റിംഗ് മാറ്റിവെച്ചത് തന്നെയാ. വാ, നമുക്ക് കാണേണ്ടവരെ കണ്ടിട്ട് വരാം. എടാ, അതോക്കെ. ഇനിയിപ്പൊ നീ എന്നെ വീട്ടിൽ തിരിച്ചാക്കിയിട്ട് പോയാ മതി. പക്ഷെ നീ എന്തിനാ അകത്തേക്ക് വരുന്നത്? ആ, നീ കാറ് പോയിരിക്കെ, ഞാൻ വേഗം പോയിട്ട് വരാം. എന്താ ഏട്ടത്തി ഇത്? ഈ സ്കൂളെന്ന് പറഞ്ഞ എന്താ? വല്ലാത്തൊരു അന്തരീക്ഷമല്ലേ ഇവിടെ? യൂണിഫോം ഇട്ട് ഓടിക്കളിക്കുന്ന കുട്ടികള്, അവരൊക്കെ കാണുമ്പോ തന്നെ എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണെന്ന് അറിയാമോ? ഓ, ഞാൻ കുട്ടികളെ കണ്ട് ഇങ്ങനെ നിൽക്കാം. ആ സമയത്ത് ഏട്ടത്തിക്ക് ഏട്ടത്തിയുടെ കാര്യം നോക്കാലോ. സ്കൂൾ കുട്ടികളുടെ ഐശ്വര്യം എന്ന് പറയുന്നതേ ഒന്ന് വേറെ തന്നെ. എന്ത് ഐശ്വര്യയോ? ഐശ്വര്യം അങ്ങനെയാണ് ഞാൻ പറഞ്ഞേ. അതെല്ലോ. ഐശ്വര്യല്ല, ഐശ്വര്യം. ഐശ്വര്യം അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അക്ഷരപേക്ഷക വിട്ടേക്ക്. സത്യമായിട്ടും എൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ടത് ഈ കുട്ടികളൊക്കെ. സ്കൂൾ കുട്ടികളോടുള്ള ഇഷ്ടം അടുത്ത കാലത്ത് തുടങ്ങിയതാണല്ലോ. അല്ലല്ല, പണ്ടേ ഞാൻ സ്കൂളിന്റെ മുന്നിൽ ചെന്ന് കുട്ടികളെ നോക്കുമായിരുന്നു. ഏടത്തെ വരുന്നേ വാ, ഞാൻ പോയി ആ കുരുന്നുകളൊക്കെ ഒന്ന് കാണട്ടെ, ആ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കട്ടെ. കൊതിയാ എനിക്ക്. വാ.